بسم الله الرحمن الرحيم. In the name of Allah, the Beneficent, the Merciful. جدد حياة القلب بالقرآن. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وأصحابه أجمعين. ما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يؤمن بآياتنا الذين إذا ذكروا بها خروا سجدا وسبحوا بحمد ربهم وهم لا يستكبرون. تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون. فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون. صدق الله العظيم. ബഹുമാനികളായ സഹോദരീ സഹോദരന്മാരെ, രാത്രി നമസ്കാരത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഫർള് നിസ്കാരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കുന്നതിൻ്റെ മുമ്പ് തന്നെ മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിർബന്ധമായി കൽപ്പിക്കപ്പെട്ടിരുന്ന നമസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം. രാത്രി നമസ്കാരം എന്നതുകൊണ്ട് തഹജ്ജുദ് നിസ്കാരമാണ് ഉദ്ദേശിക്കുന്നത്. ഇശാ നമസ്കാരത്തിനു ശേഷം സുബ്ഹി നമസ്കാരത്തിൻ്റെ സമയമാകുന്നത് വരെയാണ് തഹജ്ജുദിൻ്റെ സമയം. ഇശാ നിസ്കാരത്തിൻ്റെ ശേഷം ഉറങ്ങി എണീറ്റ് നിസ്കരിക്കുമ്പോഴാണ് പൂർണ്ണമായി തഹജ്ജുദാകുന്നത്. അല്ലെങ്കിൽ അതിന് രാത്രി നമസ്കാരം എന്ന് പറയാം, പക്ഷേ തഹജ്ജുദാവുകയില്ല എന്നതാണ് പ്രബലമായ അഭിപ്രായം. ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് നമസ്കരിക്കുമ്പോൾ മാത്രമാണ് തഹജ്ജുദാകുന്നത്. ഈ നിസ്കാരത്തിന് വളരെയേറെ പ്രാധാന്യങ്ങൾ, മഹത്വങ്ങൾ പരിശുദ്ധ ഖുർആനിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ധാരാളം ഹദീസുകളിലും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സൂറത്തു സജദയിൽ നിന്ന് ഇവിടെ ഓതിക്കേൾപ്പിച്ച ആയത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രി നമസ്കാരം നിർവഹിക്കുന്ന ആളുകളുടെ ഈമാനിന് തിളക്കം വർദ്ധിക്കുമെന്നും പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കും അനുമാനിക്കാൻ സാധിക്കാത്ത രൂപത്തിലുള്ള മഹത്തായ പ്രതിഫലങ്ങൾ അവർക്ക് ഒരുക്കി വച്ചിട്ടുണ്ട് എന്നുമെല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ ഹിജ്റ എത്തിയ ശേഷം ആദ്യമായി മദീനക്കാരോട് നടത്തിയ പ്രഭാഷണത്തിൽ 3 കാര്യങ്ങൾ പ്രധാനമായി എടുത്തു പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: അഫ്ഷുസ്സലാമ വ അത്ഇമുത്ത്ആമ വസല്ലു വന്നാസു നിയാമുൻ തദ്ഖുലുൽ ജന്നത ബിസലാം. മറ്റു ചില റിപ്പോർട്ടുകളിൽ ഈ കൂട്ടത്തിൽ വസിലുൽ അർഹാമ എന്നും പറഞ്ഞതായി കാണാം. അഥവാ നിങ്ങൾ സലാം പറച്ചിൽ വ്യാപിപ്പിക്കുക, എല്ലാ മുസ്ലിങ്ങളോടും നിങ്ങൾ അസ്സലാമു അലൈക്കും എന്ന് പറയുക, എല്ലാവർക്കും നിങ്ങൾ അന്നദാനം നടത്തുക, ജനങ്ങൾ ഉറക്കിലായിരിക്കെ നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കുക, എന്നാൽ നിങ്ങൾക്ക് ശാന്തമായി അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തി. ഈ 3 കാര്യങ്ങൾക്ക് പുറമെ 4മതൊരു കാര്യം കൂടെ പറഞ്ഞതായി കാണാം. അതിങ്ങനെയാണ്: വസിലുൽ അർഹാം, നിങ്ങൾ കുടുംബബന്ധം ചേർത്തു പിടിക്കുക. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് വളരെ സമാധാനപൂർവ്വം പ്രവേശിക്കാമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ
ഈമാനിന് തിളക്കം വർദ്ധിക്കുകയും അള്ളാഹുവിൻ്റെ മഹത്തായ പ്രതിഫലം അതിന് അവകാശിയായി തീരുകയും ചെയ്യും എന്നതിൻ്റെ പുറമെ അള്ളാഹുവിനോടുള്ള അടുപ്പം വർദ്ധിക്കാനും അത് കാരണമാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അലൈക്കും ബി ഖിയാമിൽ ലൈലി ഫഇന്നഹു ദഅബുസ് സ്വാലിഹീൻ. ധാരാളം പ്രാധാന്യം, മഹത്വങ്ങൾ, ഫളായിലുകൾ ഈ ഹദീസിൽ രാത്രി നമസ്കാരത്തിന്, തഹജ്ജുദ് നമസ്കാരത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണി പറയുന്നുണ്ട്. നിങ്ങൾ രാത്രി നമസ്കാരം പതിവാക്കുക. അത് നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സജ്ജനങ്ങളുടെ പതിവിൽപ്പെട്ടതാണ്. മാത്രമല്ല വഖുർബത്തുൻ ഇലല്ലാഹി തആല, അള്ളാഹുവിലേക്ക് നിങ്ങളെ കൂടുതലായി അടുപ്പിക്കുന്നതാണ്. മൻഹാത്തുൻ അനിൽ ഇസ്മി, തെറ്റുകുറ്റങ്ങളെ തൊട്ട് നിങ്ങളെ തടഞ്ഞു നിർത്തുന്നതാണ്. വതക്ഫീറുൽ ലിസ്സയ്യിആതി, അത് നിങ്ങളുടെ ദോഷങ്ങൾ പൊറുപ്പിച്ചു കളയുന്നതാണ്. വമത്റദത്തുൻ ലിദ്ദാഇ അനിൽ ജസദി, നിങ്ങളുടെ ശരീരങ്ങളിലുണ്ടാകുന്ന വിവിധ തരം രോഗങ്ങളെ അത് സുഖപ്പെടുത്തി കളയുന്നതാണ്, രോഗങ്ങളെ നിങ്ങളിൽ നിന്ന് ദൂരീകരിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി മഹാനായ അബൂദർദ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുമെന്നും തെറ്റുകളിൽ നിന്ന് അകന്നു നിൽക്കാൻ അത് സഹായകമാകുമെന്നും ദോഷങ്ങൾ പൊറുപ്പിക്കപ്പെടാൻ കാരണമാകുമെന്നുമെല്ലാം രാത്രി നമസ്കാരത്തിൻ്റെ പ്രത്യേകതയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇനിയും ധാരാളം പ്രത്യേകതകൾ പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഇന്നത്തെ ചോദ്യം, മദീനയിലെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി നടത്തിയ പ്രഭാഷണത്തിൽ അവരോട് പറഞ്ഞ 4 കാര്യങ്ങൾ ഏതായിരുന്നു? മദീനക്കാരോട് ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ച പ്രഭാഷണത്തിൽ എടുത്തു പറഞ്ഞ 4 കാര്യങ്ങൾ ഏതായിരുന്നു? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. جدد حياة القلب بالقرآن.